നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനി പോസ്റ്റൽ വോട്ടിനുള്ള അവസരമില്ല. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് നിഷേധിച്ചെന്നും അതിനാൽ പോസ്റ്റൽ വോട്ട് അനുവദിക്കണമെന്നുമുള്ള സർക്കാർ ജീവനക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ട് നിഷേധം ഉന്നയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെയാണെന്നും റിട്ട് ഹർജിയിലൂടെയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 20,000-ഓളം പേർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് NGO യൂണിയൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത്. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെണ്ണൽ ദിവസം രാവിലെ വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാനും അത് വരണാധികാരിയെ ഏൽപ്പിക്കാനും അവകാശമുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തു. ഹർജി നൽകിയവർക്കൊക്കെ അവരുടെ വീഴ്ചകൾ കാരണമാണ് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചത്. ഹർജിക്കാരിൽ 2 പേർ കൃത്യമായി ഫോമുകൾ നൽകിയിട്ടില്ല. മറ്റൊരാൾ പോസ്റ്റൽ ബാലറ്റ് കൈപ്പറ്റിയിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. പോസ്റ്റൽ വോട്ടിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നതായും ആ സംവിധാനത്തിലൂടെ മാത്രമേ വോട്ട് ചെയ്യാനാവുകയുള്ളൂ എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞത്. വോട്ട് എണ്ണുന്നതുവരെ വോട്ട് ചെയ്യാൻ സർവീസ് വോട്ടർമാർക്ക് അവകാശമുള്ളൂവെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എന്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പം അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.